നമ്മൾ ഒരുപാട് ലെജൻഡറി ഫൗണ്ടിങ് ടീമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ആപ്പിളിൻ്റെ സ്റ്റീവ് ജോബ്സ് ആൻഡ് സ്റ്റീവ് വോസ്നിയാക്ക്, ഗൂഗിളിൻ്റെ ലാരി പേജ് ആൻഡ് സെർജി ബ്രിൻ, ആൻഡ് സുക്ക് ആൻഡ് സാവറിൻ ഓഫ് ഫേസ്ബുക്ക്. ഇതുപോലെ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ഫൗണ്ടർ ഡുവോസും ഫൗണ്ടേഴ്സ് ടീമിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫെയിലിയറിനെയും സക്സസിനെയും ഒരുപോലെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ദ ഫൗണ്ടിങ് ടീം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. ഒരു കോഫൗണ്ടറെ സെലക്ട് ചെയ്യുന്നതും ഒരു കോഫൗണ്ടർ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൗണ്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഐഡിയൽ കോഫൗണ്ടിങ് ടീം എങ്ങനെയായിരിക്കണം, ഒരു കോഫൗണ്ടറെ എങ്ങനെ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ ഫൗണ്ടേഴ്സിനിടയിലുള്ള കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റാർട്ടപ്സിലും കോഫൗണ്ടേഴ്സ് ഉണ്ടാവും, കോഫൗണ്ടേഴ്സിലുള്ളടത്തൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റുകളൊക്കെ നമ്മൾ റിസോൾവ് ചെയ്യുകയും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹൈലി ബെനിഫിഷ്യൽ ആവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഒരു കോഫൗണ്ടർ വേണോ വേണ്ടേ എന്നുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നമുക്ക് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോഫൗണ്ടർ നിർബന്ധമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോഫൗണ്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സൂപ്പർ പവറാണ്. നമ്മൾ ആപ്പിളിൻ്റെ സ്റ്റോറിയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് വോസ്നിയാക്ക് കോംബോ ആപ്പിൾ എന്ന് പറയുന്ന ഒരു $1 ട്രില്യൺ കമ്പനിയെ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന്. അതായത് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത് വളരെ വിഷണറി ആയിട്ടുള്ള ഒരാളായിരുന്നു, ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരാളായിരുന്നു. എന്നാൽ സ്റ്റീവ് വോസ്നിയാക്ക് ആവട്ടെ അതിനെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ സ്കില്ലും പവറുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോംപ്ലിമെൻ്ററി ഡുവോസ് ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടേഴ്സ് നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഫൗണ്ടർ വേണം എന്നുള്ളതും ഒരു കോഫൗണ്ടർ ഉണ്ടാവുന്നത് ഒരു സൂപ്പർ പവർ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു കോഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ ആണ് എന്ന് പറയാൻ മറ്റൊരു റീസൺസും കൂടെ ഉണ്ട്. കാരണം ഒരു കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ സ്റ്റീവ് ജോബ്സിൻ്റെ പറഞ്ഞതുപോലെ ഒരാൾ ഡ്രീം ചെയ്യുമ്പോൾ ഒരാൾ എക്സിക്യൂട്ട് ചെയ്യണം, ഒരാൾ ബിൽഡ് ചെയ്യുമ്പോൾ ഒരാൾ സെല്ല് ചെയ്യണം. ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് നടക്കുമ്പോൾ മാത്രമാണ് സ്റ്റാർട്ടപ്സ് സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടെ ഒരു സൂപ്പർ പവർ ആണ് കോഫൗണ്ടർഷിപ്പ് അല്ലെങ്കിൽ കോഫൗണ്ടർ ഉണ്ടാവുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇമോഷണൽ ബാക്കപ്പ് ആണ്. ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ തളർന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും, ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഡൗട്ട് അടിച്ചിരിക്കുന്ന ചില സമയമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു ചെറിയ പുഷ് മതിയാവും നമുക്കൊന്ന് ജസ്റ്റ് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട്. ആ പുഷ് തരാനും ഒരു കോഫൗണ്ടർ നിർബന്ധമാണ്. കാരണം നമുക്ക് നമുക്ക് ലൈഫ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ബോയ് ഫ്രണ്ട് ഉണ്ടാവാം, ഗേൾ ഫ്രണ്ട് ഉണ്ടാവാം. പക്ഷേ ഇവരോടൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടാവും. ആ പരിമിതികളില്ലാതെ നമ്മുടെ സ്റ്റാർട്ടപ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഒരു കോഫൗണ്ടറായിട്ട് മാത്രമായിരിക്കും. അപ്പം നമുക്ക് ഇമോഷണലി എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് വരികയാണെങ്കിൽ അത് നമ്മളെ കോഫൗണ്ടറോട് ഷെയർ ചെയ്യാം. അത് കുഴപ്പമില്ല, നമുക്കത് കാണാം, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലെങ്കിൽ ലെറ്റ് സ്വിം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം, എന്നിട്ട് നീന്തൽ പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആ ഒരു ചെറിയ പുഷായി മാറുന്നത്. അതായിരിക്കാം നാളെ വലിയ സക്സസ്ഫുൾ സ്റ്റാർട്ടപ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ പുഷ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലോക്കുകൾ വരുന്നത് വളരെ കോമൺ ആണ്. പക്ഷെ ആ ബ്ലോക്കുകൾ വരുമ്പം നമുക്കൊരു പുഷ് വേണം എന്നുള്ളത് ഒരു നെസസിറ്റിയാണ്. ആ പുഷ് തരാൻ ഒരു കോഫൗണ്ടറും നെസസിറ്റിയാണ്. അപ്പോൾ ഒരു കോഫൗണ്ടർ ഒരു സൂപ്പർ പവർ ആണ് എന്നുള്ളതും അതൊരു മാൻഡേറ്ററി ആണ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു നെസസിറ്റി ആണ് എന്നുള്ളതും നിങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് കോഫൗണ്ടർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഒരു കോഫൗണ്ടറെ ചൂസ് ചെയ്യുന്നതുമായി സംബന്ധിച്ച് ഒരുപാട് ഫൗണ്ടേഴ്സിന് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇതെല്ലാം അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് അവരുണ്ടാക്കിയെടുക്കുന്ന കൺക്ലൂഷൻസ് ആണ്. അതുപോലെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടിങ് ടീമിൻ്റെ സക്സസ് സ്റ്റോറീസും ഫെയിലിയർ സ്റ്റോറീസും ഞാൻ അനലൈസ് ചെയ്തിട്ട് ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ അങ്ങനെ എൻ്റെ അനാലിസിസിലൂടെ എൻ്റെ ഒബ്സർവേഷൻസിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസുകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റും ലൈക്കബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുമായിട്ട് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ കോഫൗണ്ടർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കൂടെ ബിൽഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനേക്കാളും ഒരുപാട് കൂടുതൽ സമയം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യേണ്ട ആളാണ് കോഫൗണ്ടർ. അപ്പം നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഒരു ടീമിനെയോ ബിൽഡ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. അതുപോലെ തന്നെ ആ ബിൽഡ് ചെയ്യുന്ന ആളെ, നമ്മുടെ കൂടെ ബിൽഡ് ചെയ്യുന്ന ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ട്രസ്റ്റ് എന്ന് പറയുന്നത്, ലൈക്കബിലിറ്റി എന്ന് പറയുന്ന ഈ ഫാക്ടേഴ്സ് ആണ് ദ മോസ്റ്റ് ക്രൂഷ്യൽ വൺ.
അപ്പോൾ എപ്പോഴും ഞാൻ യങ് ഫൗണ്ടേഴ്സിനോട് പറയാറുള്ളത്, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ് ഓർ യു ആർ ഇൻ ദ റൈറ്റ് ടൈം വെർ യു ക്യാൻ സ്റ്റാർട്ട് ബിൽഡിങ് സംതിങ് എന്നുള്ളത്. കാരണം യങ് ഫൗണ്ടേഴ്സ് അവർ കോളേജിലാവുമ്പോൾ അല്ലെങ്കിൽ യങ് കോളേജ് സ്റ്റുഡൻസിനൊക്കെ അവരുടെ കോളേജിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രാജുവേറ്റ് ആയിട്ട് നമ്മുടെ ഒരു 20 വയസ്സോ അല്ലെങ്കിൽ 25 വയസ്സോ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ എണ്ണവും നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും റിസോഴ്സസ് അവൈലബിൾ ആവുന്നത് കോളേജിലായതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കോളേജിൽ നിന്ന് കുറച്ചും കൂടി ഈസിയാണ്. നമ്മുടെ സ്കിൽസും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്കിൽസും വെച്ച് അനലൈസ് ചെയ്തിട്ട് ആ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റ്സ് അവർക്ക് വേണമെന്നുള്ളതാണ്. ആ കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കൊരാളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നാൽ അയാൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണോ, അയാൾ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ കോളേജിൽ നിന്ന് കുറച്ചും കൂടെ ഈസിയാണ്. വൺസ് നമ്മൾ കോളേജ് കഴിഞ്ഞ് നമ്മളൊരു സ്ട്രേഞ്ചറെ കണ്ടു കഴിഞ്ഞ് ഒരു സ്ട്രേഞ്ചറെ മീറ്റ് ചെയ്തു, അവരെ കോഫൗണ്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് കാലം ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂ, അവരെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂ, അവരുടെ കൂടെ ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കോംപ്ലിമെൻ്ററി സ്കിൽസ് മേ ബി നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ട്രസ്റ്റും ലൈക്കബിലിറ്റിയും നമുക്ക് കുറച്ചും കൂടി എവിഡൻഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ നമുക്ക് ആധികാരികമായിട്ട് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം ഒരുമിച്ച് സഹവസിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോളേജ് ഈസ് എ റൈറ്റ് പ്ലേസ് ഓർ റൈറ്റ് ടൈം വെർ യു ക്യാൻ സ്റ്റാർട്ട് ബിൽഡിംഗ് സംതിങ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് അവരുടെ കോംപ്ലിമെൻ്ററി സ്കിൽ സെറ്റ് തന്നെയാണ്. ഇനി അവർക്ക് സ്കിൽ ഉണ്ടായാൽ മാത്രം പോരാ, അവരുടെ കോമ്പിറ്റൻസിയും കൂടെ നമ്മൾ അളക്കേണ്ടതുണ്ട്. ഒരാൾക്കൊരു സ്കിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കൊരു ഗ്രീൻ ഓർ റെഡ് എന്ന് പറയുന്നതല്ല, അതൊരു ഗ്രേ ഏരിയയും കൂടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതായത് ഒരാൾക്ക് സ്കില്ല് ഉണ്ട്, ഒരാൾക്ക് സ്കില്ല് ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ കുറച്ച് സ്കില്ല് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ ഒരുമിച്ച് മെഷർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വേണ്ട സ്കില്ല് വേണ്ട അത്ര അയാളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് അവരുടെ കോമ്പിറ്റൻസി, അവരുടെ സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ വിഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ കമ്പനി സ്കെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കമ്പനി നാളെ ഒരു ബിഗർ ഓർഗനൈസേഷൻ ആവുമ്പോഴും അവരുടെ സ്കില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു സമയത്ത് അവരുടെ കോമ്പിറ്റൻസി നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ എക്സ്പെക്ടേഷനിൽ അത്രത്തോളം വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സമയത്ത് അവർ ഇൻകോമ്പിറ്റൻ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനീഷ്യലി തന്നെ നിങ്ങൾ അവരെ ഒഴിവാക്കുക, അവരെ കോഫൗണ്ടർ ആക്കാതിരിക്കുക. അത് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് അവിടെ വളരെ മുഖ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോമ്പിറ്റൻസിയിൽ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്, ഒരു കോമ്പിറ്റൻസി തന്നെയാണ് അവരുടെ റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി അഥവാ അവരുടെ റിസ്ക് അപ്പറ്റൈറ്റ്. ഈ റിസ്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്, അത് ബിൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ആ റിസ്കുകളെല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണാനും റെസീലിയൻ്റ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മുടെ വിഷനിലേക്ക് വർക്ക് ചെയ്യാനും പറ്റുന്ന ആ ഒരു മെൻറ്റാലിറ്റിയും ആ ഒരു റിസ്ക് അപ്പറ്റൈറ്റും അതും അയാളുടെ കോമ്പിറ്റൻസിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ കോമ്പിറ്റൻസിയും അവർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി ഇതെല്ലാം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ വാല്യൂസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചില വേദികളിലൊക്കെ, അത് വേദികൾക്ക് അനുസരിച്ചാണ്, ചില വേദികളിലൊക്കെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോഫൗണ്ടർ ചൂസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടും വാല്യൂസ് പറയാറുണ്ട്. ഈ വാല്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരാളുടെ വാല്യൂസ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത്. അത് നിങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ വളരെ റെലവൻ്റ് ആണ്. നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരാളുടെ വാല്യൂസ്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് ഒരു ചാലഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അയാൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അയാളുടെ വാല്യൂസ്. പിന്നെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പം മണി എന്ന് പറയുന്നതിന് അവരെങ്ങനെ കാണുന്നു, ഫെയിം എന്ന് പറയുന്നതിന് അവരെങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ടീമിനോടുള്ള അവരുടെ അപ്രോച്ച്, അത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു വാല്യൂ എന്താണ്, അല്ലെങ്കിൽ അവരുടെ എത്തിക്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിലോസഫി എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമുക്ക് മേ ബി കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് തന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരാളുടെ വാല്യൂസ് മനസ്സിലാക്കാൻ, ഒരു കോഫൗണ്ടറിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് കോൺഫ്ലിക്ട്സ് ആണ് അല്ലെങ്കിൽ ചാലഞ്ചസ് ആണ്. നമ്മൾ കോഫൗണ്ടേഴ്സ് ആകുമ്പോൾ തന്നെ കോൺഫ്ലിക്ട്സ് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ശ്രദ്ധിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത് കമ്പനീനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ
കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ആ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ അതിന് എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫൈറ്റ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ വാല്യൂസ്. അപ്പം ബേസിക്കലി കോഫൗണ്ടേഴ്സിനോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഫൈറ്റ് ചെയ്യാതിരിക്കാൻ നോക്കരുത്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ആ ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പഠിക്കുക. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ വാല്യൂസ് ഇരിക്കുന്നത്. അപ്പം എങ്ങനെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നു എന്നുള്ളത് വാല്യൂസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയൽ ടെസ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു കോഫൗണ്ടറെ ചൂസ് ചെയ്യുന്നതിലെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ് ആണ്. ഇക്വിറ്റി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല ഫൗണ്ടേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. 2 പേരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും 50-50 ചെയ്യരുത്. എയ്തർ യു ക്യാൻ ഗോ വിത്ത് 51-49 അല്ലെങ്കിൽ 55-45 എന്നുള്ള രീതിയിൽ പോവുക. 3 പേരാണെന്നുണ്ടെങ്കിൽ 33-33 എന്നുള്ള രീതിയിൽ പോകരുത്. സംവർ അറൗണ്ട് 30 വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് ഈക്വലി എന്ന് പറയുമ്പോൾ വെരി ഈക്വലി എന്നുള്ളതല്ല, സംവാട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത് എന്ന് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതൊക്കെ ഫ്യൂച്ചറിൽ ഒരുപാട് ലീഗൽ കോൺഫ്ലിക്ട്സ് എത്തിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വിറ്റി എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഏറ്റക്കുറച്ചിലുകൾ വരേണ്ടത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതിൻ്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളെടുക്കുന്ന കമ്മിറ്റ്മെൻറ്റും നിങ്ങളുടെ കോൺട്രിബ്യൂഷനുമാണ്. അതായത് ഓരോ ഫൗണ്ടേഴ്സും ഇനീഷ്യലി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവർ ഫ്യൂച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള എന്ത് കമ്മിറ്റ്മെൻ്റ് ആണ് എടുക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവർ കമ്മിറ്റ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് എന്താണ്, അതുപോലെ അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്താണ്, അത് ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അനലൈസ് ചെയ്ത് കോൺവെർസേഷൻസിലൂടെ ആയിരിക്കണം നിങ്ങൾ ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നത്. അതിൽ ചിലരൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചില ഫൗണ്ടേഴ്സ്, ചില ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ഇക്വിറ്റി വെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇക്വിറ്റി ഡിവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആസ് എ ഫൗണ്ടർ എനിക്കതൊരിക്കലും പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് പെർഫോമൻസ് ബേസ്ഡ് ആക്കി കഴിഞ്ഞാൽ വി ഷുഡ് ഹാവ് ടു അസോസിയേറ്റ് ഇറ്റ് വിത്ത് KPIs. നമ്മൾ KPIസിലേക്ക് അതിനെ ലിങ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിവോട്ട്സ് ഉണ്ടാവും, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഈവൻ നമ്മുടെ വിഷൻ മാറും, നമ്മുടെ മിഷൻ മാറും, നമ്മുടെ പ്രയോറിറ്റീസ് വരെ മാറും. അങ്ങനെ പ്രയോറിറ്റീസ് ഒക്കെ മാറുന്ന സമയത്ത്, നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരുപാട് പിവോട്ട്സ് വരുന്ന സമയത്ത് ഈ KPIസിലും ചേഞ്ചസ് വരും. അപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര ഒരു ചലഞ്ചായി മാറും. ഇത് പിന്നീട് നമുക്ക് നമ്മുടെ ഇക്വിറ്റി വെസ്റ്റിംഗ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര റിജിഡ് സ്ട്രക്ചറായിട്ട് മാറും. അപ്പോൾ നമുക്ക് വേണ്ട പിവോട്ട്സ് വേണ്ടത്ര ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് ഒരു ആന മണ്ടത്തരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ പെർഫോമൻസ് ലിങ്ക് ചെയ്തതിൻ്റെ പേരിൽ പിവോട്ട് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാണ്ട് വീർപ്പ് മുട്ടിയിട്ടുള്ള ഒരുപാട് ഫൗണ്ടിങ് ടീമിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏർലി സ്റ്റേജിലാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ കമ്പനി ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കെയിലിംഗ് സ്റ്റേജിലൊക്കെ മേ ബി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇക്വിറ്റി വെസ്റ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഈ എൻ്റെ അഭിപ്രായത്തിലുള്ള കുറച്ച് ഇൻജസ്റ്റിസസ് അല്ലെങ്കിൽ കുറച്ച് റെഡ് ഫ്ലാഗ്സും കൂടെ ഞാൻ പറയാം. ചില ഫൗണ്ടേഴ്സ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ അധികവും ഞാൻ കണ്ടിട്ടുള്ളത് യങ് ഫൗണ്ടേഴ്സിൻ്റെ ഇടയിലാണ്. അതായത് ഞാൻ തുടങ്ങി എന്നുള്ളത് അല്ലെങ്കിൽ ഇത് എൻ്റെ ഐഡിയ ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഹയർ ഇക്വിറ്റി കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും ഒരു റെലവൻറ്റ് ഐഡിയ അല്ല. ബിക്കോസ് ഐഡിയ ഈസ് നത്തിങ് വെൻ കമ്പയർഡ് ടു എക്സിക്യൂഷൻ എന്നുള്ളതാണ്. ഒരു സ്റ്റാർട്ടപ്പിൽ 99% എക്സിക്യൂഷൻ ആണ്, 1% മാത്രമാണ് ഐഡിയ ഉള്ളത്. മാത്രമല്ല നിങ്ങളുടെ ഐഡിയ അതൊരു യൂണിക്കോൺ കമ്പനിയോ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പായി മാറുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുപാട് പിവോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റ് ലൈന് തന്നെ ചിലപ്പം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഐഡിയ എന്നുള്ളതല്ല അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആർക്കാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്കില്ലുണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഇക്വിറ്റി വെസ്റ്റിങ്ങിൽ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം അൾട്ടിമേറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും ഈ ഫൗണ്ടിങ് ടീമിലെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്നെ ആയിരിക്കണം കൂട്ടത്തിൽ കൂടുതൽ ഇക്വിറ്റി ഉള്ളതും. അതുപോലെ വളരെ വിയേർഡായിട്ടുള്ള വേറെയും റീസൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് കൂട്ടത്തിൽ പ്രായത്തിൽ ഏറ്റവും മൂത്തത്, അല്ലെങ്കിൽ ഞാനാണ് ആദ്യം ടീമിൽ ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ ആൻഡ് റിലേഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം ഇക്വിറ്റി വെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഫ്യൂച്ചറിൽ കോൺഫ്ലിക്ട്സിലേക്കാണ് പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് കോൺവെർസേഷൻസിലൂടെ, എപ്പോഴും കോൺവെർസേഷൻസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോൺവെർസേഷൻസിലൂടെ തന്നെ എന്ത് ചെയ്യുക, ഇക്വിറ്റി വെസ്റ്റിംഗ് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഇക്വിറ്റി വെസ്റ്റിങ്ങും നിങ്ങൾക്കൊരു ഫൗണ്ടിങ് ടീമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് പിന്നെ ചെയ്യേണ്ടത് ഒരു ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലെ താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഒരുപാട് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവരുടെ മുഖം ചുളിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാണ്,
വളരെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള, ഒട്ടും ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്തൊരു ഏരിയ തന്നെയാണ് ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ്. പക്ഷേ എനിക്കെപ്പോഴും ചോദിക്കാനുള്ളത് എന്താണ് അതിൽ തെറ്റ് എന്നുള്ളതാണ്. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ വർഷങ്ങൾ പ്രണയിച്ച് ഒരു കല്യാണം കഴിച്ചാൽ പോലും നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ലീഗലി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്, ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിന് ഒരു ഗൈഡ് ലൈൻസ് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നിങ്ങൾ അത് ലീഗലി ഒരു എഗ്രിമെൻ്റ് ആക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ, അല്ലെങ്കിൽ ബേസിക്കലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഫോമിലുള്ള കോണ്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് വെസ്റ്റിംഗ് സ്കെഡ്യൂൾ തന്നെയാണ്. അപ്പോൾ വെസ്റ്റിംഗ് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോ ഫൗണ്ടേഴ്സിനും എത്രത്തോളം ഇക്വിറ്റി വെസ്റ്റ് ആവുന്നുണ്ട്, അവർക്ക് അതുപോലെ തന്നെ ക്ലിഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ലിഫിൻ്റെ കണ്ടീഷൻസും. ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 ഇയർ നോർമലി ചെയ്യുന്നത് 1 ഇയർ ആണ്. 1 ഇയർ കഴിഞ്ഞിട്ട് മാത്രം ഇക്വിറ്റി വെസ്റ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഫൗണ്ടർ തുടങ്ങിയിട്ട് ഒരു 5-6 മാസം കൊണ്ട് നിർത്തി പോകുന്ന സിനാരിയോസ് എല്ലാം അതെല്ലാം റെസ്ട്രിക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം സിനാരിയോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിഫ് വെക്കുന്നത്. അപ്പോൾ ക്ലിഫ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 1 ഇയർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര വർഷമാണോ ക്ലിഫ് വെക്കുന്നത് അത്ര വർഷം കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് ആ ഇക്വിറ്റി കിട്ടുക. അല്ലെങ്കിൽ അത്ര വർഷം അവരിവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് എന്തെങ്കിലും ഇക്വിറ്റി അവർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുക. വെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ദി ഇയേഴ്സ് ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നതിനെയാണ് വെസ്റ്റിംഗ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു 25% അല്ലെങ്കിൽ 20% ഒരു കോ ഫൗണ്ടർക്കും വേണ്ടി മാറ്റി വെച്ചു. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ഇയറിൽ തന്നെ 20% അദ്ദേഹത്തിന് വെസ്റ്റഡ് ആവുന്നില്ല. അത് 5% ഫസ്റ്റ് ഇയറിൽ, 5% സെക്കൻഡ് ഇയറിൽ, 5% തേർഡ് ഇയറിൽ, 5% ഫൈനൽ ഓർ ഫോർത്ത് ഇയറിൽ. അങ്ങനെ 4 ഇയർ ആണ് നോർമലി വെക്കാറുള്ളത്. ഇത് US ഇപ്പോൾ പല ആക്സിലറേറ്റേഴ്സും നിർബന്ധമാക്കുന്നുണ്ട് ഫൗണ്ടേഴ്സിന് വെസ്റ്റിംഗ് സ്കെഡ്യൂൾ വേണമെന്നുള്ളത്. കാരണം ഇത് ഫൗണ്ടർ കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യാനും, ഇനി ഇൻ കേസ് ഫൗണ്ടർ കോൺഫ്ലിക്ട്സും ബ്രേക്കപ്സും ഉണ്ടായി കഴിഞ്ഞാലും സ്റ്റാർട്ടപ്സിന് അതുപോലെ തന്നെ നിലനിർത്താനും ഈ വെസ്റ്റിംഗ് സ്കെഡ്യൂൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഇത് ഓവർ ദി പീരീഡ്, ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് ഉണ്ടാവുന്ന ഫൗണ്ടേഴ്സ് ഉണ്ടാവുന്ന എന്തൂസിയാസം ഇൻ കേസ് നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫൗണ്ടർ ഇൻകോമ്പീറ്റൻ്റ് ആയി കഴിഞ്ഞാലും ഈ ഫൗണ്ടറിനെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഫൗണ്ടറെ ഒഴിവാക്കിക്കൊണ്ടോ സ്റ്റാർട്ടപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത ഉണ്ട്. അതിനൊക്കെ വെസ്റ്റിംഗ് സ്കെഡ്യൂൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെസ്റ്റിംഗ് സ്കെഡ്യൂളാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഓരോ ഫൗണ്ടേഴ്സിൻ്റെയും റോൾസും റെസ്പോൺസിബിലിറ്റീസും ഇതിൽ കൊടുക്കണം. അപ്പം വെസ്റ്റിങ്ങും ക്ലിഫും കഴിഞ്ഞാൽ പിന്നെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ആണ് വേണ്ടത്. പിന്നെ അതിലെ കീ കോണ്ടൻസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, വോട്ടിംഗ് റൈറ്റ്സ് എങ്ങനെയായിരിക്കണം, ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അതിന് റിസോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഒരാൾ ടെർമിനേറ്റ് ചെയ്യുന്ന സിനാരിയോ, അതായത് ഒരു ഫൗണ്ടർ കമ്പനിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്ന സിനാരിയോസ് എന്തായിരിക്കും, അതുപോലെ തന്നെ എക്സിറ്റ് ക്ലോസസ്, ഒരു ഫൗണ്ടർക്ക് സ്വമേധയാ എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻസും അതിനുള്ള റിവാർഡ്സും, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റിൽ ബേസിക്കലി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്, നിങ്ങളൊരു ഫൗണ്ടർ എഗ്രിമെൻറ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ്. 2 പേര് തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ 2 പേര് ഇരുന്ന് സംസാരിക്കുക. അതല്ല ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു 3-4 ഫൗണ്ടേഴ്സ് ഉള്ള ഒരു എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സ് എല്ലാവരും ഇരുന്ന് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങൾ തുടങ്ങുമ്പം ചിലപ്പം 3 പേരോ അല്ലെങ്കിൽ 4 പേരോ, നിങ്ങളുടെ ഫൗണ്ടേഴ്സ് എത്ര പേരാണോ അത്ര പേര് മാത്രമായിരിക്കും കമ്പനി. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴേക്കും കമ്പനി എന്ന് പറയുന്നത് പേഴ്സൺസിൽ നിന്നും ഒരുപാട് വളർന്നിട്ടുണ്ടാവും. അതിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, ഒരുപാട് ഫാമിലീസ് ഇൻവോൾവ് ആയിരിക്കും, നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതൊരു ഒരു ബിഗ് എക്കോസിസ്റ്റം ആണ് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യണം. അപ്പം വ്യക്തികൾ മാത്രമല്ല ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പം വ്യക്തികളിൽ നിന്ന് പോകരുത് നിങ്ങളുടെ കോൺവെർസേഷൻസ്. ആ കോൺവെർസേഷൻസ് എപ്പോഴും കമ്പനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അപ്പം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുമ്പോൾ പ്രൈമറി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രൈമറി പ്രയോറിറ്റി കമ്പനിക്ക് കൊടുത്തുകൊണ്ട് കോൺവേഴ്സ് ചെയ്യുക. ഓരോ വ്യക്തികളുടെ ഈഗോകൾ മാറ്റി വെച്ചുകൊണ്ട് കമ്പനിക്ക് എന്താണ് നല്ലത് എന്നുള്ള ഫൈനൽ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ മീഡിയേഷൻ ആണ്. മീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി, ബയാസ്ഡ് അല്ലാത്ത ഒരു അൺബയാസ്ഡ് പേഴ്സണിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മീഡിയേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയേറ്റർ എന്നാണ് നമ്മൾ അവരെ വിളിക്കുക, ഒരു മീഡിയേറ്ററെ കൊണ്ടുവരിക. അപ്പോൾ മീഡിയേറ്റർ എന്ന് പറയുന്നത് മേ ബി ഒരു എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു CA കാരനോ CS കാരനോ അല്ലെങ്കിൽ ഒരു ലോയറോ ആവാം. അപ്പോൾ ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, അദ്ദേഹം അൺബയാസ്ഡ് ആയിരിക്കണം എന്ന് മാത്രം.
അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മീഡിയേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു മീഡിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 90-95% അതിലൊരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഫൈനൽ റിസൾട്ട് എയ്തർ യു ക്യാൻ ഗോ ടുഗദർ ഓർ ബിൽഡ് ടുഗദർ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ യു ക്യാൻ സെപ്പറേറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്പറേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സെപ്പറേഷനെ കുറിച്ച് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ അതിനെ വളരെ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ദി സൂണർ ദി ബെറ്റർ. അതിനൊരിക്കലും അൺപ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണലോ എടുക്കാതിരിക്കുക. ഒരു മീഡിയേറ്റർ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കമ്പനിക്ക് നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പ്രൊഫഷണലി മെച്യൂർഡ് ആയിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആവുക. എപ്പോഴും ഈ ബ്രേക്കപ്സ് പല റീസൺസ് കാരണം സംഭവിക്കും. ചിലപ്പോൾ പെർഫോമൻസ് ഇഷ്യൂ ആയിരിക്കും, അതായത് തുടക്ക കാലഘട്ടത്തിൽ 3 പേരും ഈക്വലി കോൺട്രിബ്യൂട്ടിങ് ആയിരിക്കും, അവരുടെ സ്കിൽസ് അവരുടെ കോമ്പിറ്റൻസി കമ്പനിക്ക് ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. എന്നാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിൽ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളവരുണ്ടാവും, പെർഫോമിംഗ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ ഇൻകോമ്പിറ്റൻസി കമ്പനിയുടെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് കൊടുക്കാൻ ബാക്കിയുള്ള ഫൗണ്ടേഴ്സിന് പറ്റണം. അതുപോലെ ആ ഇൻകോമ്പിറ്റൻ്റ് ആണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു ഫൗണ്ടർ, ഇത് അവർ തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷനാണ്, അവരൊരിക്കലും ഇതിൻ്റെ കോ ഫൗണ്ടർ അല്ലാണ്ടാവുന്നില്ല. കമ്പനി ഉള്ളിടത്തോളം കാലം അവർ ഇതിൻ്റെ കോ ഫൗണ്ടർ ആയിരിക്കും. എന്നാൽ അവർ മാറിക്കഴിഞ്ഞാലാണ് കമ്പനി വളരുക എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയെ വളരാൻ അനുവദിക്കുക, കമ്പനി വളരാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പിനോട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മര്യാദ. പെർഫോമൻസ് ഇഷ്യൂ അല്ലാത്ത റീസൺസും ഉണ്ടാവാറുണ്ട്. ബേസിക്കലി ഫാമിലി ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന കോ ഫൗണ്ടേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള എക്സിറ്റുകൾ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ അവർക്ക് ഡിസേർവിങ് ആണ് എന്ന് തോന്നുന്നത്, ബാക്കിയുള്ള കോ ഫൗണ്ടേഴ്സ് ആ എക്സിറ്റ് ആവുന്ന ഫൗണ്ടർക്ക് ഡിസേർവിങ് ആണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് കൊടുക്കുക, അവർക്ക് ഒരിക്കലും ഭാവിയിൽ ഒരു ഖേദം തോന്നാത്ത രീതിയിൽ. ഇനി മറ്റൊരു പ്രോബ്ലം വരുന്നത് ഈഗോ ആണ്. ഒരു സമയം കഴിയുമ്പോൾ ഫൗണ്ടേഴ്സിന്റെ പ്രയോറിറ്റീസ് മാറുന്നതും ഈ ഈഗോ കാരണമാണ്. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും പ്രൈമറി പ്രയോറിറ്റി കമ്പനി തന്നെ ആയിരിക്കും, ആ ബ്രാൻഡ് തന്നെ ആയിരിക്കും. ഓവർ ദി പീരീഡ് കമ്പനി വളരുമ്പോൾ അല്ലെങ്കിൽ അവർ സക്സസ് ടേസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈഗോ വർക്ക് ചെയ്ത് തുടങ്ങും. അത് എൻ്റെ പേരിൽ ബ്രാൻഡ് അറിയപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അത്രയും വേദികൾ എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കുള്ള അത്രത്തോളം ഒരു ഫെയിം എനിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത്ര കാശ് കിട്ടുന്നു, അവർക്ക് ഇത്ര സാലറി കിട്ടുന്നു, ഞാനും അതേ സമയത്ത് ജോയിൻ ചെയ്തതിൽ എനിക്ക് ഇത്ര മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഈഗോസ് ഫൗണ്ടേഴ്സിന് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റീസ് ആണ്. വൺസ് കമ്പനി എന്നുള്ള പ്രയോറിറ്റി മാറിയിട്ട് ഇൻഡിവിജ്വൽസ് പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു കോ ഫൗണ്ടർ അല്ലാതാവും. അങ്ങനെ ഒരു സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ട്. അങ്ങനെ സമയത്ത് നമ്മൾ നമ്മുടെ ഈഗോയെ കില്ല് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിയുടെ വെൽബീങ്ങിനും വേണ്ടിയിട്ട് ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ മറ്റാരോ ചേർന്നിട്ട് നമ്മളെ കില്ല് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈഗോ എന്ന് പറയുന്നത് പല സ്റ്റാർട്ടപ്സിനും ഒരു ബിഗർ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ അവരുടെ പല സ്റ്റാർട്ടപ്സിൻ്റെയും ഫെയിലിയറിൽ വളരെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോയെയും സോൾവ് ചെയ്യാൻ കറക്റ്റ് സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ആ ഈഗോയെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും അത് ഇല്ലാതാക്കേണ്ടതും ഒരു പരിധി വരെ സിഇഒൻ്റെ ജോബാണ്. കാരണം 2 ഫൗണ്ടേഴ്സ് തമ്മിലൊരു ഈഗോ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കോ ഫൗണ്ടേഴ്സിന് അല്ലെങ്കിൽ കമ്പനിയുടെ സിഇഒക്ക് അത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദി കേസസ് അല്ലെങ്കിൽ പല സ്റ്റാർട്ടപ്സിലും സിഇഒ അത് ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സിഇഒക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും അത് കറക്റ്റ് സമയത്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുമായിട്ട് കോൺവേഴ്സ് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ കമ്പനിയുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഇൻകോമ്പിറ്റൻസിയോ ഈഗോയോ അവിടെ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ, അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ സമയത്ത് അത്തരത്തിലുള്ള കോ ഫൗണ്ടേഴ്സിനെ ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സിഇഒ ആയിട്ടുള്ള കോ ഫൗണ്ടറിൻ്റെ ഏറ്റവും വലിയ സ്കില്ലാണ്. ആ സ്കില്ല് എല്ലാ സിഇഒക്കും വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ കോ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫൗണ്ടിങ് ടീം കാരണം തന്നെ സ്റ്റാർട്ടപ്സ് ഇല്ലാതാവുന്നത് നമ്മൾ കാണേണ്ടി വരും. കോ ഫൗണ്ടർ കോൺഫ്ലിക്റ്റുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് വളരെ ഈസിലി ടീം മെമ്പേഴ്സിനായി കഴിഞ്ഞാലും ഫൗണ്ടിങ് ടീമിനായി കഴിഞ്ഞാലും സെൻസ് ചെയ്യാൻ പറ്റും. പിന്നെയാണോ സിഇഒക്ക് സെൻസ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? സിഇഒക്ക് വളരെ ഈസിയാണ്. കോ ഫൗണ്ടേഴ്സ് തമ്മിലുള്ള മീറ്റപ്സ് കുറയും, അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻസ് കുറയും, അവർ രണ്ടുപേരും ഒരുമിച്ച് വരേണ്ട സാഹചര്യങ്ങളിൽ സ്കിപ്പ് ചെയ്യാനും വേണ്ടി അവർ ട്രൈ ചെയ്യും. അങ്ങനെ ഒരുപാട് വാർണിംഗ് സിഗ്നൽസ്, കോൺവെർസേഷൻസ് ഇല്ലാതാവുന്നത് തന്നെ ഏറ്റവും വലിയ സിഗ്നലാണ്. അങ്ങനെ ഒരുപാട് വാർണിംഗ് സിഗ്നൽസ് വിസിബിളായിട്ട് മുന്നിലുണ്ടാകുമ്പോൾ ആ ഡിസിഷൻ സിഇഒ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ടീമിൽ നിന്നും എസ്കലേറ്റ് ചെയ്ത് പിന്നീട് അത് ടീമിലേക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പുറത്തോട്ടൊക്കെ എത്തും. പിന്നീട് അത് സ്റ്റാർട്ടപ്പിൻ്റെ ഫെയിലിയറിൻ്റെ ഒരു മുഖ്യ കാരണമായി മാറും. സോ അത്തരത്തിലൊന്നും ഇത് എസ്കലേറ്റ് ആവാതെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതിനെ സോൾവ് ചെയ്യേണ്ടത് സിഇഒ ആണ്.
സോ ഈ വീഡിയോയിൽ ഒരു കോ ഫൗണ്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഒരു റൈറ്റ് കോ ഫൗണ്ടറെ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതും ഇക്വിറ്റി എങ്ങനെ വെസ്റ്റ് ചെയ്യണം എന്നുള്ളതും ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിലുപരി ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യുന്നതിനെ കുറിച്ചും എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കോ ഫൗണ്ടേഴ്സിലുള്ള എല്ലാ സ്റ്റാർട്ടപ്സിലും കോൺഫ്ലിക്ട്സ് ഉണ്ട്. ആ കോൺഫ്ലിക്ട്സ് ഒക്കെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതുണ്ട്. സോ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതൊരു ലേണിംഗ് ആണ്. ഇനി ഇത് സിംഗിൾ കോ ഫൗണ്ടർ ആണെങ്കിൽ പോലും, ഈവൻ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത കോ ഫൗണ്ടേഴ്സ് ആണ് എങ്കിൽ പോലും ഇത്തരം ബേസിക് നോളജുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അത്തരത്തിൽ ഈ നോളജ് ബെനിഫിഷ്യൽ ആവുമെന്ന് തോന്നുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, കീപ് ബിൽഡിംഗ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് യുവർ കോ ഫൗണ്ടർ റിലേഷൻഷിപ്പ് വെരി സ്ട്രോങ്.